എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേ നോക്കിയാൽ ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നറിയോ, കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ്. വീഡിയോ എടുക്കുക മാത്രമല്ല, ഇന്ന് നമ്മളൊരു വർക്കിലും കൂടെയാണ്, അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നല്ല മോർണിംഗ് ടൈമാണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടുതോടാണ്. നാട്ടുതോടിൽ നിറയെ ചുവന്ന ആമ്പൽ അങ്ങനെ പൂത്ത് നിൽക്കണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. രാവിലെ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രാവിലെ സമയത്താണ് ഈ ആമ്പൽ ഇങ്ങനെ വിടർന്ന് നിൽക്കണം. നിറയെ ആമ്പലായിരിക്കും, കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇനി യഥാർത്ഥ വില്ലേജ് ലൈഫിൻ്റെ വൈബും കാര്യങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. അങ്ങ് ദൂരെ നോക്കിയാൽ ആ മുമ്പിൽ വരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയും പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ചേച്ചിമാരും ആൻറ്റിമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ കുറേ ആളുകൾ കൂടുന്നൊരു ദിവസമാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞാൻ ഇതൊന്നുകൂടെ കാണിച്ചു കേട്ടോ. പോകുന്ന വഴി എല്ലാം തന്നെ നമ്മുടെ തോടിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ആമ്പൽപ്പൂക്കൾ അങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ എനിക്ക് ഇങ്ങനെ അവിടെ നിന്ന് വെട്ടിക്കാനായിട്ട് തോന്നുന്നില്ല. അതേപോലെ മനോഹരമായിട്ടുള്ള വിഷ്വലാണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഓർമ്മകളിൽ ഈ തോട് നിറയെ മഞ്ഞ കളറിലെ നെയ്യാമ്പൽ എന്ന് പറഞ്ഞൊരു ആമ്പലായിരുന്നു കേട്ടോ. പിന്നീട് ഇപ്പോൾ ഈ റെഡ് ആമ്പൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ, അവനെ കാണാനായിട്ട് വളരെ വിരളമാണ്. ഓക്കെ, നമുക്ക് വിഷയത്തിൽ നിന്ന് തന്നെ വരണ്ട, നേരെ കാര്യത്തിലോട്ട് പോകാം. നിങ്ങൾ ഈ കാണുന്ന ചെറിയ വള്ളങ്ങളുണ്ടോ, ഈ വള്ളങ്ങളെല്ലാം തന്നെ മാറ്റിയിടുവാണ്. എന്തിനാണെന്നറിയാവോ? ഇപ്പോൾ ഒരു വലിയ വള്ളം വരും. ആ വള്ളം നിറയെ ആളുകളുണ്ടാവും. അതെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളായിരിക്കും. ഇതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ നാട് കംപ്ലീറ്റ് നെല്ല് കൃഷി ചെയ്യുന്ന നാടാണ്. അപ്പോൾ 3 മാസം 4 മാസമൊക്കെ കൂടുമ്പോൾ കൃഷി കംപ്ലീറ്റ് ആയിട്ട് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഈ ആളുകളെല്ലാം തന്നെ പല ജോലികളുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഇവിടെ ഒത്തുകൂടും. എന്തിനാണെന്നറിയാവോ? ഈ നെല്ല് കയറ്റി നമ്മുടെ മില്ലുകളിലേക്ക് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം തന്നെ അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇനി ഈ വള്ളം വന്നു കഴിയുമ്പോൾ ഈ വള്ളത്തിലേക്ക് ഞങ്ങളെല്ലാവരും കയറിയിട്ട് നമ്മൾ നെല്ലെടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാഴ്ചകളെല്ലാം തന്നെ കാണാൻ പറ്റും. ഇനി നെല്ലെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനൊരു പ്രത്യേക ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ 200 ഏക്കർ 300 ഏക്കർ പോലുള്ള വലിയ പാടങ്ങൾക്ക് നടുവിലുള്ള കരപ്രദേശങ്ങളിലാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ കൊയ്ത് കയറുന്ന നെല്ല് കയറ്റി വിടാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ്. അതിന് കൃത്യമായൊരു കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കൂലി ഞങ്ങൾ എത്ര പേരാണോ പണിയുന്നത് അത്രയും പേർക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വൈകുന്നേരം നമ്മുടെ എല്ലാവരുടെയും കൈകളിലേക്ക് വെച്ച് തരും. അപ്പോൾ ഇതാണ് നമ്മളുടെ നെല്ല് ലോഡിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് രാവിലെ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഒപ്പിടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് വൈകുന്നേരം നമുക്ക് ക്യാഷ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുള്ളൂ. ഇനി ഈ പാടത്തിൻ്റെ നടുക്കുന്ന് കൊയ്ത് കയറുന്ന കംപ്ലീറ്റ് നെല്ലുകളും കറക്റ്റായിട്ട് വാരി ചാക്കിൽ കെട്ടി അത് തയ്ച്ച് അത് തൂക്കി എത്ര കിൻഡൽ നെല്ലാണോ അതിന് കൃത്യമായ അളവെടുത്ത് വള്ളത്തിൽ കയറ്റി അവിടെ നിന്ന് അത് കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റുന്നതാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നിലവിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇവിടെ ഉണ്ടാവും. പല ജോലികളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ആ ജോലികളിൽ നിന്നെല്ലാം കുറച്ച് നാളത്തേക്ക് വിട്ടുനിന്ന് ഇത് ചെയ്യുമെന്നുള്ളത് ഞങ്ങളുടെ ഒരു അവകാശമാണ്. ഈ നെല്ല് ഇവിടുന്ന് വലിയ വലിയ മില്ലുകളിലേക്ക്, പവിഴവും റാണിയും പോലുള്ള വലിയ മില്ലുകളിലേക്ക് ചെന്ന് അവിടെ നിന്ന് കുത്തി അരിയായിട്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കഴിക്കുന്ന ചോറ് ഞങ്ങൾ കയറ്റി വിടുന്ന ഈ അരികളൊക്കെ ആയിരിക്കും. വലിയ വണ്ടികളിൽ വന്ന് നേരിട്ട് നെല്ല് കയറ്റാൻ പറ്റാത്ത പാടങ്ങളിലേക്കാണ് നമ്മൾ ഇതുപോലുള്ള വള്ളങ്ങൾ ഓടിച്ച് ചെന്നിട്ട് നെല്ല് വള്ളത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് ഓടിച്ച് വലിയ വണ്ടി വരുന്ന സ്പോട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വണ്ടിയിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ രാവിലെ വന്ന് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും എല്ലാം നെല്ല് വാരി തന്ന് അത് നമ്മൾ ചാക്കിൽ കയറ്റി തുന്നിക്കെട്ടി വെച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ്. ഈ വർക്ക് ഞാനും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് കൃത്യമായി വീഡിയോ എടുക്കാൻ സാധിക്കാത്തത്. ഞങ്ങൾ ആണുങ്ങൾ തന്നെ ഏതാണ്ട് 30-34 പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. കൂടാതെ പെണ്ണുങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കും കൃത്യമായ കൂലി നിശ്ചയിച്ചിട്ടുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. ഈ ജോലിയിൽ ഏർപ്പെടുന്ന കംപ്ലീറ്റ് ആളുകളും ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ. പുറത്തുനിന്ന് ആരെയും നമുക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റ് കൊടിയുടെയോ നിറമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സമ്പൂർണ്ണ സംയുക്ത തൊഴിലാളി ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ 34 പേരടങ്ങുന്ന ഈ ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റും കൃത്യമായ ക്യാഷറും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെല്ലാവരും ഒരു നാട്ടുകാരാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും റിലേറ്റീവ്സും സ്വന്തക്കാരും തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാനങ്ങ് നടന്നു പോയ എന്നെ പാസ് ചെയ്ത് തിരിഞ്ഞു നോക്കുന്ന എൻ്റെ അച്ഛനാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ പലരും അച്ഛനും ചേട്ടനും മക്കളും
അമ്മാവന്മാരും എല്ലാ റിലേറ്റീവ്സും ഇവിടെയുണ്ട്. ഞങ്ങളിവിടെ ഈ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ മാറുമ്പോൾ ഞങ്ങൾക്ക് പകരം അടുത്ത ആൾ വരും. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ നാടുകളിലും ഉണ്ടാവും. അത് ചെയ്യാൻ കൃത്യമായിട്ടുള്ള ആളുകളും ഉണ്ടാവും. ഈ ഗ്രൂപ്പിനൊരു പ്രത്യേകതയുണ്ട്. ആർക്കും എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എനിക്ക് ചുമക്കാൻ അറിയാമെങ്കിൽ എനിക്ക് നെല്ല് ചുമക്കാനായിട്ട് കയറാം. ഇനി എനിക്ക് ചാക്ക് തയ്ക്കാൻ അറിയാമെങ്കിൽ അതിന് കയറാം. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പണി കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു പോയാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൂടെ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വലിയൊരു ചാക്കെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ചിലപ്പോൾ ലോറിയിലേക്കോ വള്ളത്തിലേക്കോ നടന്ന് കയറാനായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ചുമക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് മറ്റുള്ള പണികളിൽ ഏർപ്പെടാം. അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത്. കൃത്യമായി ചാക്ക് തയ്ക്കാൻ അറിയാവുന്നവർക്ക് ചാക്ക് തയ്ച്ച് വെക്കാം. ഇനി ത്രാസ് നോക്കി തൂക്കം പറയാൻ അറിയാവുന്നവർക്ക് അത് പറയാം. നെല്ല് വാരി കയറ്റാൻ അറിയാവുന്നവർക്ക് അത് ചെയ്യാം. അങ്ങനെ ഇന്ന ജോലിയെന്ന് മാത്രമല്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രാവിലെ വന്ന് നെല്ല് നിറയ്ക്കാൻ തുടങ്ങി ഒരു ലോഡ് കംപ്ലീറ്റ് നമ്മുടെ വള്ളത്തിൽ കയറ്റിയപ്പോഴത്തേക്കും ഏകദേശം 12:45 1 മണി സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ അവരവരുടെ വീടുകളിലേക്കും ഒക്കെ പോയി. എൻ്റെ കയ്യിലുള്ള ചോറുമായിട്ട് ഞാനും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു. കാരണം ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ വന്ന് കൊണ്ടുപോയ പൊതി അഴിച്ച് നമ്മൾ ചോറ് കഴിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ വേമ്പനായിട്ട് കായലിൽ വീശാൻ പോയിട്ട് വന്നപ്പോൾ കിട്ടിയ ചെമ്മീനാണ് നമ്മളുടെ കറി എന്ന് പറയുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആ ലോഡ് കയറ്റിയിട്ടുള്ളത് നമ്മൾ വള്ളത്തിൽ നിന്ന് നേരെ വണ്ടിയിലേക്ക് കയറ്റണം. അതിനു മുമ്പ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്പസമയത്ത് റെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളവർ എല്ലാവരും വരും. ഈ ഒരു സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ വള്ളം ലോഡായി കിടക്കുന്ന വള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് വലിക്കേണ്ടി വരും. ഈ വലിച്ച് കംപ്ലീറ്റ് പുറത്തിറക്കിയതിന് ശേഷം നമ്മൾ ഈ വള്ളത്തിൽ കയറി ഇനി നമ്മൾ പോകുന്നത് ലോറിയിലേക്ക് നെല്ല് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ആളുകൾ മാത്രം വള്ളത്തിലേക്ക് കയറും. എന്നിട്ട് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മുടെ വണ്ടി ചെല്ലാത്ത ഉള്ള ഏരിയയിലുള്ള നെല്ലും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ വണ്ടി വരുന്ന സ്പോട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഇതുപോലെ കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തോട് അത്യാവശ്യം നല്ല ആഴമുള്ള തോടാണെങ്കിലും പായലും പുല്ലും ഒക്കെ കയറി കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നിന്നൊക്കെ മാറ്റി കൊടുത്താൽ മാത്രമായിരിക്കും ഈ ഒരു വള്ളം മുമ്പോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ നെല്ലും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് എത്തിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ നെല്ല് കൊണ്ടുപോകുന്ന ഈ ഒരു വള്ളം എന്ന് പറയുന്നുണ്ടല്ലോ, ഏതാണ്ട് 60 കിൻഡൽ മുതൽ 140 കിൻഡൽ വരെയൊക്കെ കയറ്റാൻ പറ്റുന്ന വലിയ വള്ളങ്ങൾ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന ഏതാണ്ട് ഒരു 70-80 കിൻഡൽ നെല്ല് അടുത്തിപ്പോൾ ഇതിൽ ലോഡായിട്ടുണ്ട് കേട്ടോ. ഈ വള്ളങ്ങളെല്ലാം തന്നെ ഈ ലോഡിങ് സീസൺ കഴിയുമ്പോൾ നമ്മുടെ ഈ സ്ഥലം വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരുപക്ഷെ നെല്ലായിരിക്കാം ലോഡ്, അല്ലെങ്കിൽ കുറച്ച് ബിൽഡിംഗ് ഐറ്റങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ കക്ക പോലുള്ള വലിയ വളങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി ചെന്നെത്തിപ്പെടാത്ത സ്പോട്ടുകളിലേക്ക് ഈ വള്ളങ്ങളിലൂടെ ആയിരിക്കും ലോഡൊക്കെ ചെല്ലുന്നത് കേട്ടോ. നമ്മുടെ ഈ വള്ളം ഓടിക്കുന്ന ഈ ചേട്ടനൊക്കെ വർഷങ്ങളായിട്ട് ഈ വള്ളത്തിലെ തന്നെ ജോലിക്കാരാണ്. ഈ വള്ളങ്ങളാണ് അവർ ഒരു വണ്ടി കൊണ്ടു നടക്കുന്ന പോലെ തന്നെ അവരുടെ നിത്യത്തൊഴിലിനായിട്ട് ഈ വള്ളങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇത് കഴിയുമ്പോൾ അവർ അടുത്ത സ്പോട്ടിലേക്ക് പോകും. എന്നും അവരുടെ പണിയായുധങ്ങൾ ഈ ലോറി പോലെ തന്നെ ഈ വള്ളങ്ങൾ തന്നെയാണ്. ഈ ലോഡും കയറ്റി അടുത്ത ലോറിയിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഞങ്ങൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കൂടിയാണ് കേട്ടോ. നമ്മുടെ ആദ്യം നമ്മൾ നോക്കി അവിടെ നിന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തോടിൻ്റെ സെൻറ്ററിലൂടെ തന്നെ നമ്മുടെ ലോറി വന്നിട്ടുള്ള സ്പോട്ട് ലക്ഷ്യമാക്കി എല്ലാവരും വിട്ടു പോവുകയാണ്. യാത്ര ചെയ്തിട്ടുള്ളതൊക്കെ ശരിക്കും അറിയാൻ പറ്റും. തോടിനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള വലിയ പാലങ്ങളെല്ലാം തന്നെ നല്ല ഉയരത്തിലായിരിക്കും നിൽക്കുന്നത്. കാര്യം അടിവഴി ബോട്ടും ഇതുപോലെ വലിയ വള്ളങ്ങളെല്ലാം തന്നെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ പൊക്കി പണിതിട്ടുള്ളത്. പണ്ട് കാലത്തൊക്കെ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ തോട്. ഇവിടെ ബോട്ട് സർവീസ് വരെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോകുന്ന പോലെ തന്നെ വലിയ യാത്രാ ബോട്ടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും വള്ളങ്ങളുണ്ടായിരുന്നു, സ്പീഡ് ബോട്ടുകളുണ്ടായിരുന്നു. ഈ തോട് എപ്പോഴും തിരക്കായിരുന്നു. പിന്നീട് എല്ലായിടത്തും റോഡും കാര്യങ്ങളൊക്കെ ആയി, ആളുകളൊക്കെ വണ്ടികളൊക്കെ വാങ്ങി, പിന്നെ അങ്ങനെ മെല്ലെ തോടുകളെല്ലാം തന്നെ ഔട്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തോടെല്ലാം പുല്ല് കയറി
പായലും കയറി മരങ്ങളൊക്കെ വളർന്ന് തോട് വളരെ നശിച്ച ഒരവസ്ഥയിലേക്കായി മാറിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലോഡിങ് സമയത്ത് എത്ര വള്ളങ്ങൾ ലോഡ് ചെയ്തിട്ടായിരിക്കും ഇതുപോലെയുള്ള വലിയ കൃഷിയിടങ്ങളിലെ നെല്ലുകളെല്ലാം തന്നെ വണ്ടി വരുന്ന സ്പോട്ടുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ശരിക്കും എല്ലാ പാടങ്ങളുടെയും നടുവിലൂടെ വലിയ റോഡുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, കംപ്ലീറ്റ് നെല്ലും നേരെ വണ്ടിയിലേക്ക് ലോഡാവും. ഇപ്പോൾ വണ്ടി വരാത്ത സ്പോട്ടുകളിൽ നിന്നെല്ലാം എടുക്കുന്ന നെല്ലുകളെല്ലാം തന്നെ ഇത്രയധികം ദൂരം സഞ്ചരിച്ചാണ് ഇതുപോലെയുള്ള വണ്ടി വരുന്ന കടവുകളിലേക്ക് എത്തുന്നത്. അത് നല്ല ദൂരം ഓടിച്ചിട്ട് തന്നെയാണ് ഇവിടെ വരെ വന്ന് ചേരുന്നത്. ആദ്യത്തെ ലോഡ് തന്നെ ചെറിയൊരു ലോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു വണ്ടിയാണ് വിട്ടിട്ടുള്ളത്. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നെല്ല് കംപ്ലീറ്റും നമ്മളിനി ഈ വണ്ടിയിലേക്ക് ലോഡാക്കും. ഏതാണ്ട് 10-12 പേരോളം ഒരു 20 മിനിറ്റ് നേരത്തെ ചുമട് കൊണ്ട് ഏതാണ്ട് ഒരു 70-80 കിൻഡൽ നെല്ല് നമ്മൾ വണ്ടിയിലേക്ക് ലോഡാക്കും. കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന നെല്ലുകൾ നമ്മൾ ലോഡാക്കി തൂക്കി വള്ളത്തിൽ കയറ്റി കൊണ്ടുവന്ന് വണ്ടിയിലോട്ട് കയറ്റി കൊടുക്കുന്നത് വരെയുള്ള എല്ലാ ജോലികളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, ലോഡ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ആ ഒരു മില്ലുകാരൻ്റെ ഉത്തരവാദിത്തമാണ്. വള്ളത്തിൽ നിന്ന് നെല്ല് പൊക്കിയാൽ അത് തലയിൽ വെച്ച് നമ്മൾ നടന്നു വന്ന് ഈ GI പൈപ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കേഡറിലൂടെ നടന്ന് കയറി വണ്ടിയിൽ അട്ടിവെച്ച് തിരിച്ച് പുറത്തിറങ്ങും. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ചാക്ക് വണ്ടിയിൽ കൃത്യമായി അട്ടിവെക്കുന്നത്. വണ്ടിയിൽ നെല്ല് അട്ടിവെക്കുന്നതിന് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം കേട്ടോ. നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് തടിലോറി കയറി വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇത്ര മനോഹരമായിട്ടാണ് അത് ലോഡ് കയറ്റിയിട്ടുള്ളത്. അതിലൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോഡ് കംപ്ലീറ്റ് താഴെ വീഴും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ കയറ്റുന്ന ഈ നെല്ല് വലിയ ലോഡും വണ്ടിയാണ്. അത് എത്ര ദൂരം സഞ്ചരിക്കാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ലോഡ് ചെയ്താൽ മാത്രമാണ് ആ ചാക്കുകളെല്ലാം തന്നെ സേഫായിട്ട് ഈ ഡ്രൈവർക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് പ്രത്യേകം ഒരാളുണ്ടാവും. കൃത്യമായ രീതിയിൽ അട്ടിവെച്ച് കംപ്ലീറ്റ് ആക്കി താഴെ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആളുണ്ടാവും. ഈ പണികളെല്ലാം തന്നെ നമ്മളെ ആരും പഠിപ്പിച്ചു തരുന്നതല്ല, നമ്മൾ ഇതുപോലെ കണ്ട് പഠിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ഏതാണ്ട് 20-25 മിനിറ്റോളം കൊണ്ട് ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നെല്ലെടുക്കുന്ന സ്പോട്ടിലേക്ക് ഈ വള്ളം കൊണ്ട് തന്നെ തിരിച്ചു പോയി നെല്ല് വീണ്ടും കയറ്റും. നമ്മുടെ കൂടെയുള്ള ബാക്കി ആളുകൾ അപ്പോൾ അവിടെ ലോഡ് ചെയ്ത് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ടാവും. അത് കയറ്റിയതിനു ശേഷം വീണ്ടും വന്ന് നമ്മൾ റിട്ടേൺ അടുത്ത വണ്ടി ലോഡ് ചെയ്യും. അങ്ങനെ മാക്സിമം നെല്ല് കയറ്റിവിടാനാണ് നമ്മൾ നോക്കുന്നത്. അന്നേ ദിവസം 1-2-3 ലോഡ് വരെ കയറിപ്പോയേക്കാം. ഇന്ന് ഏതായാലും ഈ റൂട്ടിൽ തന്നെയുള്ള നെല്ലാണ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെ വീണ്ടും കാണിച്ച് ഞാൻ നിങ്ങളെ മടുപ്പിക്കുന്നില്ല. അപ്പോൾ അടുത്ത ദിവസം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമുണ്ട്, അതും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. 3ാമത്തെ ലോഡും കയറി വരുമ്പോഴത്തേക്കും ഏകദേശം രാത്രി ആവാറായിട്ടുണ്ടാവും. എപ്പോഴാണ് ഈ ഒരു പണി നിർത്തുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എപ്പോഴാണോ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള നെല്ല് കംപ്ലീറ്റ് ലോഡായി തീരുന്നത് അപ്പോൾ വരെ നമ്മൾ ഈ ഡ്യൂട്ടിയിൽ തന്നെ കണ്ടിന്യൂസ് ആവും. അത് ചിലപ്പോൾ രാത്രി 7 മണിയായേക്കാം, ചിലപ്പോൾ 8 ആവും, ചിലപ്പോൾ 9 മണിയാവും, ചിലപ്പോൾ അതിന് മുകളിലും പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സമയമൊന്നും ഈ ഒരു ജോലിക്കില്ല. എങ്ങനെയാണോ മാക്സിമം നമ്മൾ കയറ്റിവിടാൻ നോക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നത്. എത്ര രാത്രിയായാലും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള നെല്ല് നമ്മൾ തീർച്ചയായിട്ടും ലോഡ് ചെയ്ത് വിട്ടിരിക്കും. കാരണം അത് നോക്കിയായിരിക്കും നമ്മുടെ ലോറിക്കാരനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എത്ര രാത്രിയായാലും നമ്മൾ ഈ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലോഡ് നെല്ലും കയറിപ്പോയതിനു ശേഷം അന്നേ ദിവസം കയറിയിട്ടുള്ള കംപ്ലീറ്റ് ലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു തുക നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹാപ്പിയാവും. കാരണം നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു ഫലം അതിലെന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ലോഡിങ് സമയത്ത് ഈ നാട്ടിൽ ഒത്തുകൂടുന്നത്. എന്തായാലും പൈസ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയാവും. കൂടാതെ പിറ്റേ ദിവസത്തെ 1-2 വിഷ്വൽ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത യൂണിഫോം ആദ്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടുവാണ്. അപ്പോൾ ഈ വർഷം മുതൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് യൂണിഫോമായി. ഈ യൂണിഫോമിൻ്റെ ഗ്രേ കളറിലെ ടീഷർട്ടാണ്. അപ്പോൾ ഈ സ്പോട്ടിൽ വള്ളമില്ല, ഡയറക്റ്റ് നെല്ല് വണ്ടിയിലോട്ടാണ് കയറുന്നത്. കൊയ്ത് വരുന്ന നെല്ല് നേരെ നമ്മുടെ റോഡിലേക്ക് വീഴുന്നുണ്ട്. അവിടെ പടുതയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ചാക്കിലേക്ക് കയറ്റുന്നു, അത് നേരെ വണ്ടിയിലേക്ക് കയറ്റുന്നു. ഈ ഒരു പ്രോസസ്സാണ്. അത് കറക്റ്റായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളോട് ആഡ് ചെയ്യുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നല്ല അടിപൊളി വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടിൻപുറത്തെ കൊയ്ത്ത് സമയത്തുള്ള വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാൻ മടിക്കരുത്. കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന അരിമണികളെല്ലാം തന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. പ്രതിഫലമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകൾ ഈ അരികൾക്ക് പറയാനുണ്ട്. കാരണം ഒരു ചാക്കെടുത്ത് തലയിൽ വെച്ച് ചുമന്നത് വണ്ടിയെ കയറ്റി ഇറങ്ങുമ്പോൾ അറിയാം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വില എത്രയെന്നുള്ളത്. ചിലപ്പോഴൊക്കെ പൈസ കുറഞ്ഞു പോകാറുണ്ട്, അപ്പോഴും നമുക്ക് പരിഭവമൊന്നുമില്ല, അടുത്ത ദിവസം കൂടുതൽ കിട്ടുമല്ലോ, അത്ര തന്നെ. ബൈ.